നമസ്കാരം കൂട്ടുകാരെ, 2024 LDC പരീക്ഷയുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ എല്ലാ ജില്ലയിലും വരാൻ സാധ്യതയുള്ള ഏകദേശ ഒരു കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ കാസർഗോഡ് ജില്ലയ്ക്ക് പറഞ്ഞത് ഏകദേശം ഒരു 60-ന് അടുത്ത ഒരു കട്ട് ഓഫ് ആയിരിക്കും. 60 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 60-ൽ കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്, എന്നാലും ഏകദേശം 60-നോട് അടുത്തായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു കണക്കൂട്ടൽ വലുതായിട്ട് തെറ്റിയിട്ടില്ല. കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 59.33 ആണ്. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എത്ര പേരാണ് നമുക്ക് നോക്കാം. 344 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 360 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ കാര്യം നമ്മൾ അത്ര വലിയ പ്രാധാന്യത്തോടു കൂടി നോക്കുന്നില്ല. കാരണം ഒരു ജില്ലാതല പരീക്ഷ, LDC പോലൊരു ജില്ലാതല പരീക്ഷയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നൊക്കെ എത്ര പേരെ എടുക്കും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇല്ലാത്തൊരു ഹോപ്പ് നമ്മൾ വെറുതെ തന്നിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് പേരെയൊക്കെ ചിലപ്പോൾ എടുത്തേക്കും, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും മെയിൻ ലിസ്റ്റ് നമുക്ക് നോക്കാം. 344 പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 344 പേർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്നത് തന്നെ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അത്രയും പോലും ഈ ഒരു ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ നിയമന നില നോക്കിയാൽ മതിയാവും. ഏതാണ്ട് 300-നടുത്താണ്, 300-നോളം എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ LDC ലിസ്റ്റിൽ നിന്നും 300-നോടടുത്ത് ആളുകളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എത്ര നിയമനങ്ങൾ നടന്നോ അത്രയും ആളുകൾ ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് എന്നുള്ളതാണ് രീതി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്താണ്? ഇനി വരാൻ പോകുന്ന എല്ലാ ലിസ്റ്റുകളിലും, അതായത് അടുത്ത 13 LDC ലിസ്റ്റുകളിലും, 13 ജില്ലയുടെ LDC ലിസ്റ്റുകളിലും ഈ ഒരു രീതിയിൽ, ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് തന്നെ ആയിരിക്കും ആളുകളെ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥിക്കും മെസ്സേജ് വന്ന ലാസ്റ്റ് മാർക്ക് അനുസരിച്ചിട്ടാണ് ഈ കട്ട് ഓഫ് പറഞ്ഞത്. അപ്പോൾ വരാൻ പോകുന്ന ജില്ലകളിലും ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ആളുകളെ ഉൾപ്പെടുത്തുക എന്ന് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരുപാട് പേരെ ഉൾപ്പെടുത്തി വലിയൊരു ലിസ്റ്റായിരിക്കും ഇടുക. ഇലക്ഷൻ മുന്നിൽ കണ്ട് ഒരുപാട് ആളുകൾ ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് ഇടും എന്നൊക്കെ പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല സത്യാവസ്ഥ എന്ന് നമുക്ക് ഈ ഒരു കാസർഗോഡ് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പം മറ്റുള്ള ജില്ലക്കാർക്ക് ആശങ്ക വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്പം ആശങ്കയാവാം. കാരണം എന്താണ്? ലിസ്റ്റിൽ ആളെ ഉൾപ്പെടുത്തുന്നത് കുറവാണ്, ആളെ ഉൾപ്പെടുത്തുന്ന എണ്ണം ചുരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അത്യാവശ്യം കയറി വരുന്നുമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് 59 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതിയാവും. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ, തിരുവനന്തപുരത്തൊക്കെ കട്ട് ഓഫ് ഏതൊരു ലെവലിൽ വരും? 74 നമ്മൾ പറഞ്ഞത്. ഏകദേശം അതിനടുത്തൊക്കെ തന്നെ വരും എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ തീർച്ചയായിട്ടും മത്സരം കടുത്തിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ആകെ 344 പേരുടെ മെയിൻ ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇനി അല്പം വിശ്രമമൊക്കെ ആവാം എന്ന് വിചാരിച്ചിരിക്കരുത്. വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ശക്തമായ പഠനം തുടരുക. അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ, തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ, ഈ ജോലി അതിലേക്ക് എത്താനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒരു ആശംസ നേരുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കാതെ പോയ കുറച്ച് കൂട്ടുകാരുണ്ടാവും, വളരെ അടുത്തെത്തി നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. അപ്പോൾ അവരൊന്നും ഇത് ഒരു വലിയ തോൽവിയായിട്ട് മനസ്സിൽ കാണാതെ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉള്ള ഊർജ്ജമായിട്ട് കണ്ടുകൊണ്ട് അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി പഠനം തുടരുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.